ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിൽ രാജ്, എടപ്പാൾ. ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിയിരിക്കുകയാണ്. ഞാനിന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടു. വേറൊന്നുമല്ല, അത് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ചാക്കോച്ചനെ അനുകരിച്ച് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഇത്ര വർഷം ചാക്കോച്ചനെ പുറകെ നമുക്ക് എന്ത് നേടി, ചാക്കോച്ചനോട് നിനക്ക് എന്താ ഗുണം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കുറേ നെഗറ്റീവ് കമന്റ്സ് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാനും ചാക്കോച്ചനും ഒരുമിച്ച് വന്ന ഒരു വേദിയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി. ചാക്കോച്ചൻ പേഴ്സണലി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു, അത് പൈസയായിട്ടാണോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വെച്ചിട്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെയ്തിട്ടുള്ള സഹായമാണ്, അദ്ദേഹം കുറച്ച് ബിസി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് പോർഷൻസ് എന്ന് വെച്ചാൽ സജക്ഷൻ ഷോട്ട്, പാച്ച് ഷോട്ട്, ചീറ്റിംഗ് ഷോട്ട്, ഡൂപ്പ് ഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് സീക്വൻസ് എനിക്ക് ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റി. കാരണം അദ്ദേഹം ആ സമയത്ത് അമേരിക്കയിൽ എങ്ങോട്ടായപ്പോൾ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ആ സിനിമയിലേക്ക് എൻ്റെ കാര്യം സജക്ഷൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തെ പോലൊരു നടൻ എൻ്റെ പേര് പറയുകയും അവരെന്നെ വിളിക്കുകയും എനിക്ക് ആ സിനിമയിൽ എനിക്ക് എല്ലാവിധ കാര്യം നല്ല കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഒരു നടന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചാക്കോച്ചൻ ചെയ്ത നല്ല ഉപകാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആ പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് നെഗറ്റീവായി. അത് ഓൺലൈൻ മീഡിയക്കാർ അത് വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചു. ചാക്കോച്ചനെ കുറിച്ച് സുനിൽരാജ് മനസ്സ് തുറക്കുന്നു, ചാക്കോച്ചനെ കുറിച്ച് രഹസ്യങ്ങൾ പറയുന്നു, അങ്ങനെ എന്തൊക്കെയോ കുറേ പേര് എനിക്ക് അയച്ചു. കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ കുറേ കോൾസ് വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം എന്താണെന്ന് അറിയുന്നത്. ചാക്കോച്ചൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും എൻ്റെ അടുത്ത് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തെങ്കിലും ഉള്ളൂ. അല്ലാതെ പുള്ളി ഒരിക്കലും ഒരു മനുഷ്യനോടും ഒരു ദ്രോഹം ചെയ്യാത്തൊരു മനുഷ്യനാണ് ചാക്കോച്ചൻ. മാത്രമല്ല, ചാക്കോച്ചൻ ലവേഴ്സ്, ചാക്കോച്ചൻ ഫാൻസ് ഇഷ്ടം പോലെ ടീമുണ്ട്. അവരൊക്കെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല വ്യക്തികൾക്ക് മനസ്സിനും ഉടമയാണ്. ഇനിയിപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വിവാദത്തിലേക്ക് പോകും. എനിക്കിത്രേ പറയാനുള്ളൂ, ഞാൻ പറഞ്ഞ സത്യങ്ങൾ വളച്ചൊടിച്ച് അത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്, ദൈവത്തെ ഓർത്ത് പ്ലീസ്. കാരണം അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യൻ ഒരു സൗഹൃദം പുലർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇത് എന്നെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. തീർച്ചയായും അത് ദൈവത്തെ ഓർത്ത് അത് നെഗറ്റീവായി കൊണ്ട് നടക്കരുത്. താങ്ക് യു.